ഹലോ എവ്രി വൺ, സെൻട്രൽ ഗവൺമെൻറ് ജോബ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊന്ന് വന്നിരിക്കുന്നത് പുതിയൊരു നോട്ടിഫിക്കേഷനെ കുറിച്ച് സംസാരിക്കാനാണ്. ആർമിയുടെ വകയുള്ള ഒരു പുതിയ റിക്രൂട്ട്മെൻറ്റ് ക്ഷണിച്ചിട്ടുണ്ട്. നേഴ്സിംഗ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാണ് അവർ ക്ഷണിച്ചിരിക്കുന്നത്. ഒരു ടെക്നിക്കൽ പോസ്റ്റ് പോലെയാണ് ക്ഷണിച്ചിരിക്കുന്നത്. ആർമി നേഴ്സിംഗ് അസിസ്റ്റൻറ്റ് റിക്രൂട്ട്മെൻറ്റ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു നോട്ടിഫിക്കേഷനെ പറയുന്നത്. അപ്പോൾ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കാം. നോട്ടിഫിക്കേഷൻ റിലീസായ ഡേറ്റ് എന്ന് പറയുന്നത് മാർച്ച് 11, 2025 നോട്ടിഫിക്കേഷൻ വന്നത്. ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ആപ്ലിക്കേഷൻ മാർച്ച് 12 സ്റ്റാർട്ടായി, എൻഡ് ചെയ്യുന്നത് ഏപ്രിൽ 10. ഏപ്രിൽ 10 വരെ നിങ്ങൾക്ക് ടൈം ഉണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. ആർമി ബേസ് ചെയ്തിട്ടുള്ള ജോബാണ് കേട്ടോ. അപ്പോൾ ഇന്ത്യൻ ആർമിയിലൊക്കെ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ജോലി നോക്കുക കേട്ടോ. റിക്രൂട്ട്മെൻറ്റ് നെയിം എന്ന് പറഞ്ഞാൽ ആർമി നേഴ്സിംഗ് അസിസ്റ്റൻറ്റ് റിക്രൂട്ട്മെൻറ്റ് ആണ് ക്ഷണിച്ചിട്ടുള്ളത്. അപ്പോൾ നേഴ്സിംഗ് പഠിച്ചവർക്ക് മാത്രമല്ല ചാൻസ് എന്നുള്ളൊരു കാര്യം കൃത്യമായി ശ്രദ്ധിക്കുക കേട്ടോ. നേഴ്സിംഗ് ആവണോ, അല്ലെങ്കിൽ നേഴ്സിംഗ് എന്ന് കേൾക്കുമ്പോഴേ നേഴ്സസിനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു മിസ്കൺസെപ്ഷൻ ഉണ്ടാവണ്ട. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ടെക്നിക്കൽ വാക്കൻസിയാണ്. സോൾജറിന് തന്നെ ടെക്നിക്കൽ വാക്കൻസി, വെറ്റിനറി എന്നുള്ള ഫീൽഡിലൊക്കെ വരുന്ന കുറച്ച് വാക്കൻസീസ് ആണ് വിളിച്ചിട്ടുള്ളത്. ഇപ്പോൾ സോൾജിയർ ടെക്നിക്കലും സെപ്പോയി ഫാർമസി, അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെറ്റിനറിയിലെ ഒരു അസിസ്റ്റന്റ് ജോബും അതുപോലെ തന്നെ സെപ്പോയി ഫാർമസിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ജോബുമാണ് ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത്, വിളിച്ചിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം ആലോചിക്കുക. വാക്കൻസി ഇതുവരെയും അനൗൺസ് ചെയ്തിട്ടില്ല, ഇനി അനൗൺസ് ചെയ്യും എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഓരോ സോൺ വൈസിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഓരോ സോണിലെ വാക്കൻസി ഇതുവരെ അവർ അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഓൾ ഇന്ത്യ വാക്കൻസി ആയിട്ടാണ് വിളിച്ചതുകൊണ്ട് ഇതുവരെ ഒന്നും പറയാത്തതുകൊണ്ട് നമുക്ക് വാക്കൻസിയുടെ കാര്യം അറിയില്ല കേട്ടോ. അപ്പോൾ അതിനി ആയിരിക്കും അവർ ചിലപ്പോൾ പറയുന്നത്. ഇനി അടുത്ത സെലക്ഷൻ പ്രോസസ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ റിട്ടൺ എക്സാമിനേഷൻ, നിങ്ങൾ എന്തൊക്കെയാണ് ക്വാളിഫൈ ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം കൃത്യമായി ശ്രദ്ധിച്ചോളുക. റിട്ടൺ എക്സാമിനേഷൻ ഉണ്ട്, അത് കഴിഞ്ഞൊരു ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട്. റാലി റിക്രൂട്ട്മെന്റ് ആണ് വരുന്നത്. ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട്, അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ്, നിങ്ങൾക്ക് അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ആ സ്കില്ലുമായിട്ട് ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളൊരു സ്കിൽ ബേസ്ഡ് ടെസ്റ്റും കൂടെ കണ്ടക്ട് ചെയ്യും. അത് കഴിഞ്ഞ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ DVയും കഴിഞ്ഞ് മെഡിക്കൽ എക്സാമിനേഷനും കഴിഞ്ഞിട്ട് നിങ്ങളുടെ ജോബ് സെറ്റ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് കൃത്യമായി ശ്രദ്ധിക്കുക. റിട്ടൺ എക്സാമിനേഷൻ, ഫിസിക്കൽ ടെസ്റ്റ്, അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്കിൽ ടെസ്റ്റ് പോലെയാണ്. അത് കഴിഞ്ഞ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, അത് കഴിഞ്ഞ് മെഡിക്കൽ കേട്ടോ. ഒഫീഷ്യൽ വെബ്സൈറ്റ് joinindianarmy.nic.in എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ കയറുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിനെ പറ്റിയിട്ട് അറിയാം. അപ്പോൾ ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളൊരു കാര്യം കൃത്യമായി ശ്രദ്ധിച്ചോളുക. സോൾജിയർ ടെക്നിക്കൽ നഴ്സിംഗ് ഒന്നാമത് വിളിച്ചിട്ടുള്ള പോസ്റ്റ് എന്ന് പറയുന്ന വാക്കൻസി പറഞ്ഞിട്ടില്ല. അപ്പോൾ സോൾജിയർ ടെക്നിക്കൽ നഴ്സിംഗ് അസിസ്റ്റന്റ്, ഇത് ശരിക്കും പറഞ്ഞാൽ വെറ്റിനറി എന്ന് പറയുന്ന ഫീൽഡിലായിട്ടാണ് വരുന്നത് കേട്ടോ. വെറ്റിനറിയിലെ നഴ്സിംഗ് അസിസ്റ്റന്റ് ആയിട്ടാണ് സോൾജിയർ ടെക്നിക്കൽ വിളിച്ചിട്ടുള്ളത്. 17.5 വയസ്സ് തൊട്ട് 23 വയസ്സ് വരെ ഉള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കാരണം ആർമിയുടെ ആയതുകൊണ്ടാണ് ഇത്രയും ചെറു പ്രായത്തിലാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ആസ് ഓൺ October 1, 2025, അതായത് October 1, 2025 നിങ്ങളുടെ വയസ്സെന്ന് പറയുന്നത് 17.5-ക്കും 23 വയസ്സിനും ഇടയിലാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് കേട്ടോ. ആ ഒരു പോയിന്റ് കൃത്യമായി ശ്രദ്ധിക്കുക. 17 to 23 വയസ്സ് വരെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അതേസമയം ഫാർമസിയുടെ കാര്യമാണെങ്കിൽ അവിടെ 19 വയസ്സ് മുതൽ 25 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 19 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇവിടെ എന്തുണ്ട്, നമ്മുടെ SC ST റിലാക്സേഷൻ ഒക്കെ വരുന്നുണ്ട്. SC STക്ക് 5 വർഷം വരെയുള്ള റിലാക്സേഷൻ ഉണ്ട്. അപ്പോൾ 23 + 5 28 വയസ്സ് വരെ നമ്മുടെ ടെക്നിക്കൽ നഴ്സിംഗ് അസിസ്റ്റന്റുകാർക്ക് അപ്ലൈ ചെയ്യാം. ഫാർമസിക്കാർക്ക് 25 + 5 30 വയസ്സ് വരെ SC STക്കാർക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ OBCക്ക് ആണെങ്കിൽ എത്ര വർഷം, 3 ഇയേഴ്സിൻ്റെ റിലാക്സേഷനും കൊടുത്തിട്ടുണ്ട് കേട്ടോ. 3 ഇയേഴ്സിൻ്റെ റിലാക്സേഷനും കൊടുത്തിട്ടുണ്ട്. അതുപോലെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ വേണ്ടത്. നിങ്ങളിപ്പോൾ നഴ്സിംഗ് അസിസ്റ്റൻ്റ് ആണ് അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് +2 10+2 ഇന്റർമീഡിയറ്റ് പാസ് ഇൻ ഏത് സബ്ജക്റ്റിൽ, സയൻസ്. +2 നിങ്ങൾ സയൻസിൽ പാസ്സാവണം വിത്ത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ്. ഈ 3 സബ്ജക്ട്സ് നിങ്ങൾ പഠിച്ചവരായിരിക്കും. ഏതൊക്കെയാണ്? ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ്. ഇതെല്ലാം കൂടെ ചേർത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് 50% മാർക്ക് ഉണ്ടാവണം. മിനിമം 50% അഗ്രിഗേറ്റ് ആയിട്ട് എല്ലാം കൂടെ കൂട്ടുമ്പോൾ നിങ്ങൾക്ക് ഒരു 50% മാർക്ക് ഉണ്ടാവണം. അത് കഴിഞ്ഞ് എന്താണ്, അഗ്രിഗേറ്റ് ഇൻ 40% ഇൻ ഈച്ച് സബ്ജക്റ്റ്. അതുപോലെ തന്നെ ഓരോ സബ്ജക്റ്റിനും ഇംഗ്ലീഷിന് 40% ഉണ്ടാവണം, ബയോളജിക്ക് ഒരു 40% മാർക്ക് ഉണ്ടാവണം, ഫിസിക്സിന് 40%, കെമിസ്ട്രിക്ക് 40%. അങ്ങനെ ഓരോ സബ്ജക്റ്റിനും 40%-ൽ മുകളിൽ മാർക്ക് വേണം. എല്ലാം കൂടെ കൂട്ടുമ്പോൾ ഒരു 50% ആയാലും കുഴപ്പമില്ല എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ആൾട്ടർനേറ്റീവ്ലി +2 പാസ് ഇൻ സയൻസ് വിത്ത് ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി ആൻഡ് ഇംഗ്ലീഷ് വിത്ത് ദ സെയിം മാർക്ക് ക്രൈറ്റീരിയ. ഈ ഒരു കാര്യമാണ് പറയുന്നത്. ഒന്നി 10+2 ഇന്റർമീഡിയറ്റ് പാസ് ഇൻ സയൻസ് വിത്ത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ്, അല്ലെങ്കിൽ എന്താണ് ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി ആൻഡ് ഇംഗ്ലീഷ് കേട്ടോ. ആ ഒരു കാര്യമാണ്
പറയുന്നത് കേട്ടോ. ആ കാര്യം കൃത്യമായി ശ്രദ്ധിക്കുക. അതാണ് നിങ്ങളുടെ ഒരു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. ഇനി ഫാർമസി ആണെങ്കിൽ +2 ഇന്റർമീഡിയറ്റ് പാസ് ആൻഡ് +2 പാസ്സായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ DPharm വിത്ത് മിനിമം 55% മാർക്കാണ് പറയുന്നത്. DPharm 55% ഓർ BPharm എത്ര ശതമാനം, 50% മാർക്ക്. ഏതെങ്കിലും ഒന്ന് മതി. ഒന്ന് DPharmൽ നിങ്ങൾക്ക് 55% അല്ലെങ്കിൽ BPharmൽ നിങ്ങൾക്ക് 50% മാർക്ക് ഉണ്ടാവണം. മസ്റ്റ് ബി രജിസ്റ്റേർഡ് വിത്ത് ദ സ്റ്റേറ്റ് ഫാർമസ്യൂട്ടിക്കൽ കൗൺസിൽ, ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ ആയിട്ട് നിങ്ങൾക്ക് ഒരു രജിസ്ട്രേഷൻ ഒരിടത്തുനിന്ന് വേണം നിങ്ങൾ പഠിച്ചിറങ്ങാനായിട്ട്. ആ ഒരു കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ സോൾജിയർ, ടെക്നിക്കൽ, നഴ്സിംഗ് അസിസ്റ്റന്റ് ആണ് ഈ പറയുന്ന സയൻസിന്റെ സബ്ജക്റ്റുകൾക്ക് നിങ്ങൾക്ക് ഇത്ര മാർക്ക് വേണമെന്നുണ്ട്. ഫാർമസി ആണെങ്കിൽ DPharmന് 55% അല്ലെങ്കിൽ BPharmന് 50% കിട്ടിയവരായിരിക്കണം നിങ്ങളെന്നുള്ളൊരു കണ്ടീഷനാണ് പറയുന്നത്. അപ്പോൾ അതാണ് ഈ 2 വാക്കൻസിയാണ് ശരിക്കും വിളിച്ചിട്ടുള്ളത്. നഴ്സിംഗ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ നേഴ്സ് എന്ന് പറയുന്ന ഒരു ജോബല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ലാത്ത ടെക്നിക്കൽ ജോബായിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ പോയിന്റ് കൃത്യമായി ശ്രദ്ധിക്കുക. ഇനി വരുന്നത് നമ്മുടെ നേഴ്സിംഗ് അസിസ്റ്റന്റ് സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളതാണ്. ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് ഫസ്റ്റ് എന്താണ്, റിട്ടൺ എക്സാമിനേഷൻ ആണ് കേട്ടോ. നമ്മളിപ്പം എക്സ്പെക്ട് ചെയ്യുന്ന എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജൂണിലാണ്. ഇതുവരെയും ഡേറ്റ് വന്നിട്ടില്ല, എന്നാലും ജൂണിൽ വരും എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. കാൻഡിഡേറ്റ്സ് വിൽ അണ്ടർഗോ എ examination covering subjects like biology, chemistry, physics, maths, general knowledge. അതുകൊണ്ടാണ് ഈ സബ്ജക്ട്സുകൾ വേണമെന്ന് പറയുന്നത്. ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ്, ജനറൽ നോളജിൽ നിന്ന് 10 ക്വസ്റ്റ്യൻ വീതം 50 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് ചോദിക്കുന്നത്. ഈച്ച് ക്യാരിങ് 4 മാർക്സ്. അങ്ങനെ 200 മാർക്കിനായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. 50 ക്വസ്റ്റ്യൻസേ ഉള്ളൂ, 4 മാർക്ക് വെച്ചിട്ട് 200 മാർക്കാണ്. ദർ ഇസ് എ നെഗറ്റീവ് മാർക്കിംഗ് ഓഫ് 1 മാർക്ക് ഫോർ ഈച്ച് ആൻസർ എന്നാണ് പറയുന്നത്. ഒരു മാർക്കിന്റെ നെഗറ്റീവ് ഉണ്ടാവും. 4 മാർക്ക് ആയതുകൊണ്ട് 1 മാർക്കാണ് ആകെ നെഗറ്റീവ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അഥവാ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റുന്നെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ. അത് കഴിഞ്ഞ് വരുന്നത് എന്താണ്, ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ആണ്. ഇതിൽ എന്താണ്, നമ്മുടെ റാലി പോലെയുള്ള സംഭവങ്ങളൊക്കെയാണ് വരുന്നത്. 1.6 കിലോമീറ്റർ റണ്ണും പുള്ളപ്സും അതുപോലെ ഡിച്ച് ജമ്പും സിക്സാഗ് ബാലൻസും ഇതുപോലെയുള്ള കാര്യങ്ങളാണ് അവിടെ എന്ത് ചെയ്യുന്നത്, നിങ്ങളുടെ ഫിസിക്കലി നിങ്ങൾ ഫിറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ മെയിൽ കാൻഡിഡേറ്റ്സിനാണ് കൂടുതലും ഓപ്പർച്യൂണിറ്റി അവർ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഫീമെയിൽ കാൻഡിഡേറ്റ്സിനല്ല, മെയിൽ കാൻഡിഡേറ്റ്സിനാണെന്നുള്ളൊരു കാര്യം ആലോചിക്കുക. അത് കഴിഞ്ഞ് ഫിസിക്കൽ മെഷർമെന്റ് ടെസ്റ്റ് വിൽ ബി ടേക്കൺ ആസ് പെർ ദ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ലെയ്ഡ് ഡൗൺ ബൈ ദ ഇന്ത്യൻ ആർമി. മെഷർമെന്റ് ടെസ്റ്റും ഉണ്ട്. നിങ്ങൾക്ക് മെഷർമെന്റ് എത്രത്തോളം ആയിരിക്കണമെന്നും പറയുന്നുണ്ട്. അതുപോലെ മെഡിക്കൽ എക്സാമിനേഷന്റെ കാര്യവും പറയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് പ്രോസസ്സ് വരുന്നത്. അപ്പോൾ റിട്ടൺ എക്സാമിനേഷൻ ക്വാളിഫൈ ആയാൽ മാത്രമേ നിങ്ങൾക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റിലേക്ക് കടക്കാനായിട്ട് കഴിയുള്ളൂ കേട്ടോ. ആ ഒരു പോയിന്റ് കൃത്യമായി മനസ്സിലാക്കിക്കോളാം. ഇനി അടുത്ത് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന joinIndianArmy.nic.in എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ കയറി. ഇത് ആർമി റിക്രൂട്ട്മെന്റ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് joinIndianArmy.nic.in കയറിയിട്ട് അപ്ലൈ ഓൺലൈൻ ലിങ്ക് ഫോർ ആർമി നഴ്സിംഗ് അസിസ്റ്റന്റ് റിക്രൂട്ട്മെന്റ്, അത് തന്നെയാണ് പേര് കേട്ടോ. ആർമി നഴ്സിംഗ് അസിസ്റ്റന്റ് റിക്രൂട്ട്മെന്റിലേക്ക് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ റെക്കോർഡ് ഡീറ്റെയിൽസും ലോഗിൻ ഐഡിയും വെച്ചിട്ട് നിങ്ങളിപ്പം പുതുതായിട്ടാണ് യൂസർ എങ്കിൽ പുതിയ രജിസ്റ്റർ നമ്പർ എല്ലാം കൊടുത്ത് എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. നിങ്ങളുടെ പേരും ഡീറ്റെയിൽസും എല്ലാം കൊടുത്ത് രജിസ്റ്റർ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ലോഗിൻ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക. എങ്ങനെയൊക്കെയാണോ അവർ ചോദിക്കുന്നത് അത് മനസ്സിലാക്കി ഫില്ല് ചെയ്യുക. നെസസറി ഡോക്യുമെന്റ്സ്, എന്ത് ഡോക്യുമെന്റ്സ് ആണോ അവർ ചിലപ്പോൾ നിങ്ങൾ പഠിച്ച കോഴ്സിന്റെ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യാൻ പറയും, അത് സബ്മിറ്റ് ചെയ്യുക. എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ്സ്, ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചറൊക്കെ കൃത്യമായി ഇത് ചെയ്യുക. അത് കഴിഞ്ഞ് ആപ്ലിക്കേഷൻ ഫീസ് കൊടുക്കണം. ആപ്ലിക്കേഷൻ ഫീസ് ജനറൽ OBC EWS SC ST PWDക്ക് എല്ലാവർക്കും 250 രൂപ തന്നെയാണ്. കോമൺ ഫീസാണ്. മോഡ് ഓഫ് പേയ്മെന്റ് എന്താണ്, ഓൺലൈൻ പേയ്മെന്റ് ആണ് വരുന്നത് കേട്ടോ. ഓൺലൈൻ ഫീസാണ് വരുന്നത്. 250 രൂപയാണ്. എന്തെങ്കിലും എറർ ഉണ്ടോ എന്ന് മനസ്സിലാക്കി നോക്കിയിട്ടൊക്കെ എന്ത് ചെയ്യുക, ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, പ്രിന്റ് എടുത്ത് വെക്കുക. ഒരു ഫ്യൂച്ചർ എന്തെങ്കിലും റെഫറൻസിന് വേണ്ടി പ്രിന്റ് എടുത്ത് വെക്കുക. ഓക്കെ, ഇത്രയാണ് വരുന്നത്. അപ്പം joinIndianArmy.nic.in എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ എൻ്റെ കാര്യം അറിയാൻ പറ്റും. പിന്നെ നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ കാണുന്നുണ്ടായിരിക്കും, റിക്രൂട്ട്മെന്റ് റാലി ഡേറ്റ്സ്. ശരിക്കും സോൺ ബേസ്, നമ്മുടെ സോണൽ റീജിയണൽ ഇത് കാര്യം ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. സോണൽ റിക്രൂട്ടിംഗ് ഓഫീസ് വൈസ് ആയിട്ടാണ് പോകുന്നത്. നമ്മുടെ കേരള, കർണാടക വരുന്നത് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. നിങ്ങൾ നമ്മുടെ കേരള, കർണാടക ആപ്ലിക്കേഷൻസ് ഇൻവൈറ്റഡ് ഫ്രം ഡൊമിസൈൽസ് ഓഫ് ഡിസ്ട്രിക്ട് ഓർ യൂണിയൻ ടെറിട്ടറി ഓഫ് കർണാടക, കേരള, യൂണിയൻ ടെറിട്ടറി ഓഫ് ലക്ഷദ്വീപ്, മാഹി, ഇങ്ങനെയുള്ള ഇത്രയും സ്ഥലങ്ങളുടെയും സോണൽ ഓഫീസ് എവിടെയാണ്, ബാംഗ്ലൂരാണ് കേട്ടോ. അപ്പം നിങ്ങൾ അപ്ലൈ ചെയ്യണമെങ്കിൽ അത് കൃത്യമായിട്ട് ക്ലിക്ക് ചെയ്ത് തന്നെ അപ്ലൈ ചെയ്യുക. അതായത് നിങ്ങൾ കൊടുക്കുമ്പോൾ ഇങ്ങനെ കാണും, നിങ്ങൾക്ക് ചെന്നൈ സോൺ കാണും, ബാംഗ്ലൂർ സോൺ കാണും, അംബാല സോൺ, ധനപൂർ സോൺ, ഇങ്ങനെ ഓരോ സോണുകൾ കാണും. ഇതിൽ ഏത് സോണിലാണ് നിങ്ങൾ കൊടുക്കേണ്ടത്, നമ്മുടെ ബാംഗ്ലൂർ സോണിലാണ് കൊടുക്കേണ്ടത്. കാരണം ട്രിവാൻഡ്രം റാലി വെന്യൂ വരുന്നത്, ട്രിവാൻഡ്രം സോൺ വരുന്നത് ബാംഗ്ലൂരിലാണ് കേട്ടോ. അപ്പോൾ അത് പോയിന്റ് കൃത്യമായി തന്നെ ശ്രദ്ധിക്കുക. ബാംഗ്ലൂർ വരുന്ന ഏതിലാണ്,
ട്രിവാൻഡ്രത്തിലാണ് കേട്ടോ. ബാംഗ്ലൂർ സോണിനകത്താണ് ട്രിവാൻഡ്രം റാലി സെന്റർ നടക്കുക. അപ്പോൾ ട്രിവാൻഡ്രം ഉള്ളവർ, കേരളം ഉള്ളവരൊക്കെ അപ്ലൈ ചെയ്യേണ്ട ഏതിലാണ്? ബാംഗ്ലൂർ സോണിലാണ്. ചെന്നൈ സോണൊക്കെ നമ്മുടെ ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് റീജിയനിലുള്ളവരാണ് കേട്ടോ. അത് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോളുക, അതനുസരിച്ച് തന്നെ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവമാണ് വരുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇൻവൈറ്റ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫ്രം മെയിൽ കാൻഡിഡേറ്റ്സ് ഫോർ സെലക്ഷൻ ടെസ്റ്റ് ഫോർ സോൾജിയർ ടെക്നിക്കൽ നഴ്സിംഗ് അസിസ്റ്റന്റ് ഓർ നഴ്സിംഗ് അസിസ്റ്റന്റ് വെറ്റിനറി എന്ന് പറയുന്ന ഇതിലേക്കാണ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾക്ക് അതിലേക്ക് ചെയ്യാമെന്നുള്ളതാണ്. ഓൺലൈൻ രജിസ്ട്രേഷൻ ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 10 ഏപ്രിൽ വരെ ടൈമുണ്ട്. അത് കഴിഞ്ഞ് ഓൺലൈൻ എക്സാം ഡേറ്റ് ജൂൺ 2025 എന്നാണ് ഇപ്പോൾ ടെൻറ്റേറ്റീവ്ലി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. താല്പര്യമുള്ളവരാണ് ഇന്ത്യൻ ആർമിയിൽ ചേരണം എന്ന ആഗ്രഹമുള്ളവരാണെങ്കിൽ ഈ ഒരു എക്സാം എഴുതി എടുത്ത് നിങ്ങൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് പറയാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ PDF നമ്മൾ ഷെയർ ചെയ്തിരിക്കാം, അതിൽ കയറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഡീറ്റെയിൽസ് വരുന്നത്. അപ്പോൾ ഒന്ന് മനസ്സിലാക്കിക്കോളുക. താല്പര്യമുള്ളവരാണെങ്കിൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്